മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം. ബൈബിൾ ക്വിസ്. 1. യേശു പത്രോസ്, യാക്കോബ്, അവന്റെ സഹോദരനായ യോഹന്നാൻ എന്നിവരെ കൂട്ടി എത്രാം ദിവസമാണ് ഉയർന്ന ഒരു മലയിലേക്ക് പോയത്? 6-ാം ദിവസം. 2. മലമുകളിൽ വെച്ച് ശിഷ്യന്മാരുടെ മുൻപിൽ യേശുവിന് എന്ത് സംഭവിച്ചു? മറുരൂപപ്പെട്ടു. 3. മറുരൂപീകരണ സമയത്ത് യേശുവിന്റെ മുഖം എന്തുപോലെ തിളങ്ങി? സൂര്യനെ പോലെ. 4. യേശുവിന്റെ വസ്ത്രം എന്തുപോലെ വെളുപ്പായി തീർന്നു? വെളിച്ചം പോലെ. 5. യേശുവിനോട് സംസാരിച്ചുകൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ട പഴയ നിയമ വിശുദ്ധന്മാർ ആരെല്ലാമാണ്? മോശയും ഏലിയാവും. 6. കർത്താവേ, നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലത്. നിനക്കൊന്നും മോശയ്ക്കൊന്നും ഏലിയാവിനൊന്നും എന്നിങ്ങനെ 3 കൂടാരങ്ങൾ ഞാൻ ഉണ്ടാക്കട്ടെ എന്ന് യേശുവിനോട് പറഞ്ഞതാര്? പത്രോസ്. 7. പത്രോസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ മൂടിയത് എങ്ങനെയുള്ള മേഘമാണ്? പ്രകാശമുള്ള ഒരു മേഘം. 8. മേഘത്തിൽ നിന്നുണ്ടായ ദൈവശബ്ദം എന്തായിരുന്നു? ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ. 9. ദൈവശബ്ദം കേട്ടപ്പോൾ ഭയപരവശരായ ശിഷ്യന്മാർ എന്തു ചെയ്തു? കവിണ്ണു വീണു. 10. വീണുകിടന്ന ശിഷ്യന്മാരെ തൊട്ടുകൊണ്ട് യേശു പറഞ്ഞതെന്താണ്? എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട. 11. ശിഷ്യന്മാർ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരെ മാത്രമാണ് കണ്ടത്? യേശുവിനെ മാത്രം. 12. മലയിൽ നിന്നിറങ്ങി വരുമ്പോൾ യേശു ശിഷ്യന്മാർക്ക് നൽകിയ കൽപ്പന എന്തായിരുന്നു? മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേൽക്കും മുൻപ് ഈ ദർശനം ആരോടും പറയരുത്. 13. എങ്കിൽ ഏലിയാവ് ആദ്യം വരണം എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്തുകൊണ്ട്? എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? ശിഷ്യന്മാർ. 14. ഏലിയാവ് വന്ന് സകലവും യഥാസ്ഥാനത്താക്കും എന്ന് പറഞ്ഞ യേശു ഏലിയാവ് പണ്ടേ വന്നു കഴിഞ്ഞു എന്ന് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? യോഹന്നാൻ സ്നാപകനെക്കുറിച്ച്. 15. ജനക്കൂട്ടത്തിന്റെ അടുക്കലെത്തിയപ്പോൾ ഒരു മനുഷ്യൻ യേശുവിന്റെ മുൻപിൽ മുട്ടുകുത്തി അപേക്ഷിച്ചത് ആർക്കുവേണ്ടിയാണ്? തന്റെ മകന് വേണ്ടി. 16. ആ മകന് ബാധിച്ചിരുന്ന രോഗം എന്തായിരുന്നു? ചന്ദ്രരോഗം. 17. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ അവനെ സൗഖ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് യേശുവിനോട് പറഞ്ഞതാര്? ബാലന്റെ പിതാവ്. 18. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളോടുകൂടെ ഇരിക്കും എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? ശിഷ്യന്മാരോടും അവിടെയുള്ളവരോടും. 19. യേശു ശകാരിച്ചപ്പോൾ ബാലനെ വിട്ടുപോയതെന്താണ്? ഭൂതങ്ങൾ. 20. ഞങ്ങൾക്കതിനെ പുറത്താക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്ന് ശിഷ്യന്മാർ യേശുവിനോട് രഹസ്യമായി ചോദിച്ചപ്പോൾ യേശു നൽകിയ മറുപടി എന്താണ്? നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം. 21. നിങ്ങൾക്ക് ഏതു മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി അവിടെ പോകുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. കടുകുമണിയോളം. 22. പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ പുറത്തു പോകാത്തത് ഏതു വർഗമാണ്? ഈ വർഗം. 23. ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ രണ്ടാമത്തെ മരണപ്രവചനം എന്തായിരുന്നു? മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, 3-ാം നാൾ അവൻ ഉയിർത്തെഴുന്നേൽക്കും. 24. യേശുവിന്റെ ഈ രണ്ടാമത്തെ മരണപ്രവചനം കേട്ടപ്പോൾ ശിഷ്യന്മാർക്ക് എന്തു തോന്നി? അവർ അതിയായി ദുഃഖിച്ചു. 25. കഫർനഹൂമിലെത്തിയപ്പോൾ പത്രോസിന്റെ അടുക്കൽ വന്ന് ദൈവാലയ നികുതി ചോദിച്ചതാര്? അരപ്പണം പിരിക്കുന്നവർ. 26. നിങ്ങളുടെ ഗുരു അരപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചവരോട് പത്രോസ് നൽകിയ മറുപടി എന്തായിരുന്നു? കൊടുക്കുന്നുണ്ട്. 27. ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കവും നികുതിയും വാങ്ങുന്നത് സ്വന്തം മക്കളിൽ നിന്നോ അതോ അന്യരിൽ നിന്നോ എന്ന് യേശു പത്രോസിനോട് ചോദിച്ചപ്പോൾ പത്രോസ് നൽകിയ മറുപടി എന്ത്? അന്യരിൽ നിന്ന്. 28. രാജാക്കന്മാർ അന്യരിൽ നിന്നാണ് നികുതി വാങ്ങുന്നത് എങ്കിൽ ആർക്കാണ് നികുതി കൊടുക്കാൻ കടമയില്ലാത്തത്? മക്കൾ. 29. എങ്കിലും അവർക്ക് ഇടർച്ച വരാതിരിക്കേണ്ടതിന് യേശു പത്രോസിനോട് എന്തു ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്? കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം പൊങ്ങിവരുന്ന മീനിന്റെ വായി തുറക്കുമ്പോൾ ഒരു ചതുർപ്പണം കാണും, അത് എടുത്തു കൊടുക്കുക. 30. ആ ചതുർപ്പണം ആർക്കെല്ലാമുള്ള നികുതിയായിട്ടാണ് നൽകാൻ യേശു പറഞ്ഞത്? യേശുവിനും പത്രോസിനും വേണ്ടി.